ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. പീരിയഡ്സ് ടൈമിൽ നമ്മൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, അതുപോലെ അലസമായി സമയം കളയാതെ എങ്ങനെ നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതുപോലെ ഒരു റൊട്ടീനായിട്ട് കാണിക്കാൻ വീഡിയോ എടുക്കണമെങ്കിലൊക്കെ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ആ ദിവസങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ വീഡിയോയെ കണ്ടാൽ മതി കേട്ടോ. ആർത്തവ ദിനങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഭാഗമാണ്. ശരീരത്തിന് യാതൊരു രീതിയിലും ദോഷം വരുത്തുന്നതുമല്ല എന്ന കാര്യം നമുക്കറിയാമെങ്കിൽ പോലും ഇതുണ്ടാക്കുന്ന വേദനകളും മറ്റ് അസ്വസ്ഥതകളുമൊക്കെ മിക്കവാറും സ്ത്രീകളെ അലട്ടുന്നതാണ്. തലവേദന, വയറുവേദന, കാലുവേദന തുടങ്ങി നിരവധി അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിലും പീരിയഡ്സിൻ്റെ ഒരാഴ്ച മുന്നേ അതിൻ്റെ ചെറിയ ലക്ഷണങ്ങളായിട്ട് തലവേദന, കാലുവേദന, മറ്റു ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്ന ആൾ തന്നെയാണ് ഞാനും. ആർത്തവ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന വേദനയും അസ്വസ്ഥതയും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാകുമല്ലോ. അതിനെല്ലാം നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വലിയ പ്രതിഫലമുണ്ട്. ഇത് ഞാനടക്കമുള്ള സ്ത്രീകൾക്ക് മാത്രമായി അള്ളാഹു തആല നൽകുന്നതാണ്. പീരീഡ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ ലോകത്തുണ്ട്. അതിനെല്ലാം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പല വീടുകളിലും ആ ഒരു മാറ്റി നിർത്തലും ഒറ്റപ്പെടുത്തലൊക്കെ നിലനിൽക്കുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ആരോഗ്യവതിയായ ഒരു സ്ത്രീ ആണെന്നതിനുള്ള വ്യക്തമായ തെളിവ് കൂടിയാണ് ആർത്തവം ക്രമം തെറ്റാതെ കൃത്യ ടൈമിൽ വരുന്നത്. പീരിയഡ്സ് ടൈമിൽ നിസ്കരിക്കാതെയും അതുപോലെ ഖുർആൻ തൊടാതെയും എങ്ങനെ നമുക്ക് അള്ളാഹുവിന് പ്രിയപ്പെട്ടവളായി മാറാം? ഒട്ടുമിക്ക ആളുകളുടെയും ഒരു ദുശീലമാണ്. ഇനിയിപ്പോൾ നിസ്കരിക്കാനില്ലല്ലോ, നേരത്തെ എണീക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഉറങ്ങുന്നവരുണ്ടാവും. ഇനിയിപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണെങ്കിൽ സാധാരണ ഒരു 4 മണി 4:30 അതിൻ്റെ ഉള്ളിൽ എഴുന്നേൽക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ പീരിയഡ്സ് ടൈമിലാവുമ്പോൾ നമുക്കൊരു 5 മണി 5:30 ആ ഒരു ടൈമിലൊക്കെ ആയിട്ട് എഴുന്നേൽക്കുക. പിന്നെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ സുബഹിൻ്റെ ആ ഒരു ടൈമിലൊക്കെ ആയിട്ട് എഴുന്നേൽക്കുക. ആ ഒരു സമയത്ത് നമ്മൾ പഠിക്കുന്നത് ആ ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റും നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു സമയമാണല്ലോ സുബഹിൻ്റെ ആ ഒരു ടൈം. ആ സമയത്ത് നമ്മൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം പഠിച്ചെടുക്കാനും പറ്റും. നല്ലതാണ് ആ ഒരു സമയത്ത് നമ്മൾ പഠിക്കാനിരിക്കുന്നത്. പൊതുവേ ഈ ദിവസങ്ങളിലൊക്കെ സമയം കളയുന്നത് TV കണ്ടിട്ടും അമിതമായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും അല്ലെങ്കിൽ അമിതമായിട്ട് ഉറങ്ങി തീർത്തിട്ടൊക്കെ ആയിരിക്കും. ഈ സമയങ്ങൾ നമ്മുടെ റെസ്റ്റിംഗ് പീരീഡായി മാറ്റി വെക്കരുത്. ഈ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ഒരു പീരിയഡ്സിൻ്റെ ടൈമിൽ നാം ഓരോരുത്തരും നമ്മുടെ ഭക്ഷണക്രമത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. കുറേ ആളുകളെ കണ്ടിട്ടുണ്ട് നിസ്കരിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ മടിയുള്ളവരൊക്കെ. എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണം. രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്ന ശീലം നിലനിർത്തുക. നമ്മളൊരു റൊട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് തന്നെ മടി പിടിച്ച് അത് നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് പീരിയഡ്സ് ടൈമിനെ നമ്മൾ മാറ്റരുത്. നമ്മൾ ചെയ്യുന്ന റൊട്ടീനെല്ലാം നിസ്കരിക്കേണ്ട, ഖുർആൻ ഓതണ്ട എന്നൊരു മാറ്റേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടൈമിലും ചെയ്യാവുന്നതാണ്. ഖുർആൻ ഓതാനോ തൊടാനോ നമുക്ക് ഈ ഒരു സമയത്ത് പാടില്ല. അതുപോലെ തന്നെ സുജൂദ്, തൊവാഫ് ചെയ്യുക, പള്ളിയിൽ കാരണമില്ലാതെ പ്രവേശിക്കുക, ഇതൊന്നും നമുക്ക് ഈ ഒരു ടൈമിൽ അനുവദനീയമല്ല. പിന്നെ ഖുർആൻ ഓതാം. ഇതൊരു ദിക്ർ, ദുആ എന്ന രീതിയിൽ നമുക്ക് ഖുർആനിലെ ആയത്തുകൾ, സൂറത്തുകളൊക്കെ കാണാതെ അറിയാലോ. അതൊക്കെ നമുക്ക് ഓതാം. നമ്മൾ വീട്ടുജോലികൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോണിലൊക്കെ മതപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഖുർആനോത്തൊക്കെ വെച്ച് അങ്ങനെയൊക്കെ കേട്ട് നമുക്ക് പണികളൊക്കെ ചെയ്യാവുന്നതാണ്. അറിയാവുന്ന ദിക്റുകളെല്ലാം നമുക്ക് ഏത് സമയത്തും ചൊല്ലാം. അതിന് കൃത്യ ഒരു ടൈമോ എണ്ണോ ഒന്നും ആവശ്യമില്ല. എത്രയും നമുക്ക് ചെല്ലാൻ പറ്റുന്നോ അത്രയും നമുക്ക് ചൊല്ലാം. മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ദിക്റുണ്ട്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാലിൻ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. ഇത് നമുക്ക് ഏത് സമയത്തും ചൊല്ലാം. ഒരു സ്ത്രീ ഒരു ദിവസം 70 തവണയാണ് ഈ ദിക്ർ ചൊല്ലിയാൽ 70 പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നതാണ്. 70 കൊട്ടാരങ്ങൾ സ്വർഗത്തിൽ കിട്ടും. 70 ദറജ അള്ളാഹു ഉയർത്തും. 70 നന്മകൾ അള്ളാഹു തആല രേഖപ്പെടുത്തും. ഇങ്ങനെ ഒരുപാട് ഓഫറുള്ള ഒരു ദിക്റാണിത്. ഇതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ,
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതുപോലെയുള്ള ദിക്റുകളെല്ലാം നമുക്ക് ഈ ഒരു ടൈമിൽ ചെല്ലാം. ധാരാളം ദിക്റുകൾ നമുക്ക് ഈ ഒരു സമയത്ത് വർദ്ധിപ്പിക്കാം. ഒരുപാട് ദിക്റുകളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ചൊല്ലാവുന്നതാണ്. അതുപോലെ സ്വലാത്ത് ചൊല്ലാം, സുന്നത്തുകൾ വർദ്ധിപ്പിക്കാം. നിസ്കാര സമയങ്ങളിൽ നിസ്കരിക്കാനില്ലെങ്കിലും ബാങ്ക് കേൾക്കുമ്പോൾ അതിനുള്ള ജവാബ് നൽകുകയും അതിനുശേഷമുള്ള ദുആ ചൊല്ലുകയൊക്കെ ചെയ്യാം. പിന്നെ നിസ്കാര സമയത്ത് നമുക്ക് ദിക്റുകളും സലാത്തും എല്ലാം വർദ്ധിപ്പിക്കാം. സുബഹി സമയത്ത് നമ്മൾ എണീറ്റ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, ഖുർആൻ ഓത്ത് കേൾക്കുക. നമ്മൾ അള്ളാഹുവിൻ്റെ നോട്ടത്തിലാണെന്നും അള്ളാഹു എല്ലാം കാണുന്നുണ്ടെന്ന ചിന്ത എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. പിന്നെ പീരിയഡ്സ് ടൈമിൽ നമ്മുടെ നിസ്കാര കുപ്പായം നല്ല വൃത്തിയായി അലക്കി മടക്കി വെക്കുക. ആർത്തവ സമയത്തുള്ള പ്രത്യേക ദുആകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ റെസ്റ്റിംഗ് പീരീഡായി കണക്കാക്കാതെ നമുക്കറിയാവുന്ന എല്ലാ ദിക്റുകളും സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഒരുപാട് പ്രതിഫലം നമുക്ക് ഈ സമയത്ത് വാങ്ങിക്കാം. നരകമോചനം, സിറാത്ത് പാലം വേഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക്, ദുനിയാവിലും ആഖിറത്തിലും എല്ലാ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് പ്രതിഫലം നമ്മൾ സ്ത്രീകൾക്ക് അല്ലാഹു തആല ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയം നമ്മൾ വെറുതെ മിസ്സാക്കി പോകുന്നുണ്ട്. കാരുണ്യവാനായ പടച്ച റബ്ബ് സ്വസ്ഥതകളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ആ ഒരു ഇത് തന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് പ്രതിഫലം നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ. നമ്മുടെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചൂലും പാളയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് എന്നും ഇങ്ങനെ കഴുകി വെക്കുക. പിന്നെ നമുക്ക് പീരീഡ്സ് ആവുന്ന ഏകദേശം ഒരു ഡേറ്റ് നമുക്കറിയാലോ. അപ്പോൾ നമ്മൾ നമ്മുടെ നഖം മുറിക്കണം. അതുപോലെ മുടിയൊക്കെ വെട്ടാനുണ്ടെങ്കിലൊക്കെ വൃത്തിയാക്കുന്നത് നല്ലതാണ്. പീരീഡ്സിൻ്റെ ടൈമിൽ മുടി വെട്ടലും നഖം വെട്ടലൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കൊഴിഞ്ഞു പോയ മുടി നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കി കുഴിച്ചിടാം. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് സ്വതക്ക ചെയ്യാം. സ്വതക്ക പണമായിട്ട് തന്നെ ചെയ്യണമെന്നില്ല. മറ്റുള്ളവരെ സഹായിച്ചും ചെടികളും മരങ്ങളും നട്ടു വളർത്തിയും ചെടികൾ നനച്ചും ഒക്കെ നമുക്ക് സ്വതക്ക ചെയ്യാം. ഈ സമയങ്ങളിലാണ് ഞാൻ ചെടികൾ മാറ്റി കുഴിച്ചിടുന്നത്. ചെടിയുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതൊക്കെ ഈ ഒരു ടൈമിലാണ്. പിന്നെ കുളിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പീരിയഡ്സ് നിന്ന് കഴിഞ്ഞ് കുളിക്കുന്ന സമയത്ത് കേട്ടോ. പീരിയഡ്സ് നിന്ന് എന്ന് ഉറപ്പായാൽ ഉടൻ തന്നെ നമുക്ക് കുളിക്കൽ നിർബന്ധമാണ്. പിന്നെ നമ്മളത് പിറ്റേന്നത്തേക്ക് വൈകിപ്പിക്കാതെ നിയ്യത്ത് വെച്ച് പെട്ടെന്ന് തന്നെ കുളിക്കണം. ഈ സമയത്ത് നമ്മൾ കൂടുതലായിട്ടും എത്രയും കഴിയുന്നോ അത്രയും നമ്മൾ കഴിയുന്ന അത്ര ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്റിന് അത്രയേറെ മഹത്വമുണ്ട്. നമ്മുടെ പാപമോചനത്തിനുള്ള ഒരു പരിഹാര മാർഗം കൂടിയാണ് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്. പിന്നെ ഓരോ ഉമ്മമാരുടെയും ബാധ്യതയാണ് പീരിയഡ്സ് ആവുന്നതിന് മുന്നേ പെൺകുട്ടികളെ, നമ്മുടെ മക്കളോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ബോധ്യപ്പെടുത്തണം. ഈ ഭരണി എൻ്റെ തറവാട്ടിൽ ഒഴിവാക്കിയിട്ട് തൊടുവിൽ കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് ഞാനെടുത്ത് കൈ വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തിപ്പോൾ ഒരു പോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ പീരിയഡ്സ് ടൈമിൽ നാം ഓരോരുത്തരും നമ്മുടെ ഭക്ഷണക്രമത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിലെ അയണിൻ്റെ അളവ് സാധാരണ നിലയേക്കാൾ കുറവായിരിക്കും. അമിത രക്തപ്രവാഹം ഉള്ളവരാണെങ്കിൽ ഇത് കൂടുതലായും കണ്ടുവരുന്നു. ശരീരവേദന, ക്ഷീണം, തലകറക്കം എന്നിവ ഇത്തരക്കാരെ കൂടുതലായും കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ആർത്തവ സമയത്ത് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇനി പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള തണ്ണിമത്തൻ, കുക്കുംബർ, പൈനാപ്പിൾ തുടങ്ങിയവ ഈ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ്. ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഈ ഒരു സമയങ്ങളിൽ നമ്മുടെ ഡയറ്റിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക.
ഇഞ്ചി ചേർത്ത് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടെ നമുക്ക് ഉപയോഗിക്കാം. ഇഞ്ചി ചേർത്ത് ചായയൊക്കെ നമുക്ക് കുടിക്കാവുന്നതാണ്. ഇഞ്ചിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനകൾ കുറക്കാനും അതുപോലെ ശരീരത്തിനും മനസ്സിനൊക്കെ ഉന്മേഷം നൽകാനൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് പ്രോട്ടീൻ അത്യാവശ്യമാണല്ലോ. ചിക്കനും മീനും പ്രോട്ടീൻ്റെയും അയണിൻ്റെയും മികച്ച ഉറവിടമാണ്. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ ധാരാളം പോഷക ഗുണങ്ങളാൽ സമ്പന്നമാണ്. അയൺ, മഗ്നീഷ്യം, പ്രോട്ടീൻ തുടങ്ങിയ പോഷകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ സമയത്ത് ഡാർക്ക് ചോക്ലേറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. മഗ്നീഷ്യം, അയണൊക്കെ അടങ്ങിയിട്ടുണ്ട്. നട്ട്സുകളും ഡ്രൈ ഫ്രൂട്ട്സും ഈ സമയത്ത് വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. റോ ആയിട്ട് നട്ട്സ് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ സ്മൂത്തികളിലൊക്കെ ചേർത്തിട്ടൊക്കെ കഴിക്കാം. പപ്പായ കഴിക്കുന്നതും ഈ ഒരു സമയത്ത് വളരെ നല്ലത് തന്നെയാണ്. അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് ഈ ഒരു സമയത്ത് ഉൾപ്പെടുത്താം. കുടിവെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് എത്രത്തോളം പ്രാധാന്യമാണെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ശരീരത്തിന് ആവശ്യമായ അളവിൽ ജലാംശം നൽകിയിരിക്കണം. ഇല്ലെങ്കിൽ നിർജ്ജലീകരണം കാരണം ഉണ്ടാകുന്ന ക്ഷീണം, തളർച്ച, തലവേദനയൊക്കെ ആർത്തവ കാലഘട്ടത്തെ കൂടുതൽ കഠിനമാക്കി മാറ്റും. ലീഫി വെജിറ്റബിൾ ആയിട്ടുള്ള ചീരയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, ഫോളേറ്റ്, അയൺ, കാൽസ്യം തുടങ്ങി ആവശ്യ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഊർജ്ജം നൽകാനും സഹായിക്കുന്നുണ്ട് ചീര. ചീരയിൽ കലോറി കുറവും ഫൈബർ കൂടുതലുള്ളതാണ്. അതുപോലെ തന്നെ മുരിങ്ങയിലയും ഇത് നമുക്ക് തോരനായിട്ടോ കറി വെച്ചിട്ടൊക്കെ കഴിക്കാം. ഞാനിപ്പോൾ ചീര വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചകത്തെ ഫുഡിന് ഇന്ന് ഇതാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. പിന്നെ ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് ഒരു ചമ്മന്തി റെഡിയാക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് 2 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ സവാളയാണ് ചേർത്തിട്ടുള്ളത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പകുതി വലിയുള്ളിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ തേങ്ങ ചിരകിയതും ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ചെമ്മീൻ ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു ചമ്മന്തി മാത്രം മതിട്ടോ നമുക്ക് ചോറിന്. അത്രക്കും നല്ല ടേസ്റ്റാണ്. നമ്മുടെ പീരിയഡ്സ് ടൈമിൽ ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറക്കണം. വറുത്തതും പാക്കറ്റുകളിൽ വരുന്ന റെഡിമെയ്ഡ് ലഘുഭക്ഷണങ്ങളെല്ലാം നാം ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതാണ്. മസാലകൾ നിറഞ്ഞ ഭക്ഷണവും അതുപോലെ തന്നെ ഇത് നമ്മുടെ ആമാശയത്തെ കൂടുതൽ അസ്വസ്ഥമാക്കുകയും ഗ്യാസ് ട്രബിൾ, അസിഡിറ്റിക് പ്രോബ്ലത്തിന് കാരണമാവുകയും ചെയ്തേക്കാം. കഫീൻ അടങ്ങിയിട്ടുള്ള കോഫി, എനർജി ഡ്രിങ്ക്സ് തുടങ്ങിയ പാനീയങ്ങളും പരമാവധി ഒഴിവാക്കണം. അമിതമായി ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാക്കുക. ഉച്ചയ്ക്ക് നിന്നും ഒരു 2-3 മണിക്കൂർ ഞാൻ റെസ്റ്റ് എടുക്കാറുണ്ട്. എന്നും ഉറങ്ങുന്ന ശീലമല്ല കേട്ടോ. നല്ല ക്ഷീണം വരുന്ന സമയത്തൊക്കെ ചില ദിവസങ്ങളിൽ ഉറങ്ങാറുണ്ട്. കുട്ടികൾ സ്കൂൾ വിട്ടുന്ന സമയത്തേക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാട്ടോ കാണിക്കുന്നത്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്.
നബി